ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ല അടിപൊളി വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോണത്. അപ്പോൾ ഈ ആഴ്ച നടക്കാൻ പോകുന്ന നല്ല അടിപൊളി ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇഷിതയുടെ ആ ഒരു പ്രസവിക്കാനുള്ള ശേഷി കളഞ്ഞത് വേറെ ആരുമല്ല, നമ്മുടെ മനസ്സുനിയാണെന്നുള്ള സത്യം മനസ്സുനിയുടെ വായി തന്നെ ലോകം മൊത്തം അറിയാവുന്ന ഒരു ഭാഗമാണ് കേട്ടോ പ്രൊമോയിൽ കാണിച്ചപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചിപ്പിയാണെങ്കിൽ നാളത്തെ എപ്പിസോഡിലാണെന്നുണ്ടെങ്കിൽ ചിപ്പി പറയുന്നുണ്ട് ആദ്യമായിട്ട് ഞാൻ വീഴാൻ കാരണം മഞ്ജിമാപ്പയാണെന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് മഞ്ജിമാപ്പയോ അവരെന്താ നിന്നെ ചെയ്തേന്ന് ചോദിക്കുമ്പോഴേക്കും ചിപ്പി നോക്കുമ്പോൾ അടുത്തൊന്നും ആരുമില്ല. അതായത് മഹേഷ് അപ്പുറത്തെ സൈഡിൽ മാറി നിന്നതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. ചിപ്പി നോക്കുമ്പോഴേക്കും ആരും ഇല്ല എന്നൊരു ധൈര്യത്തിലാണ് ആദ്യത്തെ കാര്യങ്ങളൊക്കെ തുറന്നു പറയണത്. അതെ, ഞാൻ അച്ഛനും ഡാഡിയും അതുപോലെ തന്നെ അമ്മയും കൂടി ടൂറ് പോകുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. ഹോംവർക്കൊക്കെ എഴുതി കിടക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും അപ്പ റൂമിലേക്ക് കയറി വന്നു. എന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഡാഡിയും അമ്മയും കൂടി ടൂറ് പോയി കഴിഞ്ഞാൽ അമ്മക്ക് വേറെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്നെ നോക്കില്ലെന്നും ചട്ടകം പഴിപ്പിച്ച് എൻ്റെ ബാക്കിൽ വെക്കുമെന്നും മുഖത്ത് വെക്കുമെന്നും ഒക്കെ പറഞ്ഞു. അമ്മ എന്നെ തള്ളി താഴെ ഇടുമെന്നും ആർക്കും എന്നെ ഇഷ്ടാവില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കറിയാലോ എൻ്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. മഞ്ജുമപ്പ ദുഷ്ടയാ. മഞ്ജുമപ്പയുടെയും കൈലാസേട്ടൻ്റെ അവിടെ ഏതൊരു കുട്ടിയുണ്ട്, ശ്രീകുട്ടി എന്നാ പേര്. ആ കുട്ടിയുടെ വീട്ടിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോട് കഥ പോലെയാണ് ആദ്യം പറഞ്ഞത്. പിന്നീടാണ് കാര്യത്തിലേക്ക് കടന്നത്. എനിക്ക് അവരെ ഇഷ്ടമല്ല, എൻ്റെ അമ്മേനെ കുറിച്ച് വളരെ മോശം പറഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ അവരെ പിച്ച് മാന്തൊക്കെ ചെയ്തു. ആ ദേഷ്യത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോണ സമയത്താണ് തല ഇടിച്ചുകൊണ്ടെന്ന് പറയാണ്. അപ്പോൾ ആദ്യം ചോദിക്കേണ്ടത്, നീ എന്താ ഈ കാര്യം നിന്റെ ഡാഡി അടുത്ത് പറഞ്ഞായിരുന്നു ചോദിക്കുമ്പോഴേക്കും ഡാഡി അടുത്ത് പറഞ്ഞില്ല. ഡാഡി അടുത്ത് പറഞ്ഞാൽ അപ്പയായിട്ട് വഴക്കുണ്ടാക്കും, വീട്ടിൽ പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ അറിയാലോ ആദ്യേട്ടന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിനോദങ്ങൾ ഇപ്പൊ ജയിലിലാണെന്നൊക്കെ ആദ്യേട്ടന് അറിയാലോ. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ആകുമ്പോഴേക്കും അതുകൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ ആദ്യം പറയണ്ടേ, പക്ഷെ നീ ഇത് പറയണമായിരുന്നു മോളെ. കാരണം അവര് ഒരു വൃത്തികെട്ട സ്ത്രീയാന്നാ നീ പറഞ്ഞിടത്തോളം എനിക്ക് തോന്നുന്നത്. അമ്മേനെയും രക്ഷിതാമ്മേനെയും അതുപോലെ ഡാഡിനെ കുറിച്ച് ഇത്ര മോശമായിട്ട് പറയുന്ന ഒരാള് വീട്ടിലിരിക്കണ എന്തിനാണ്? അങ്ങനത്തെ ആൾക്കാരെ അവിടെ നിന്ന് പറഞ്ഞയക്കലേ വേണ്ടത്. അപ്പ അവിടെ ഉള്ളപ്പോ അച്ഛമ്മയുടെ സ്വഭാവം മാറാറുണ്ടെന്ന് നീ പറയാറില്ലേ? അച്ഛമ്മ നിന്നെയും അതുപോലെ തന്നെ രക്ഷിതാമ്മേനെയും ഒക്കെ സ്നേഹിക്കണോന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. നോക്കട്ടെ, നീ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വരില്ലേ? അപ്പനെ അവരെ ഒന്ന് കാണുന്നുണ്ട്. ഞാനിതുവരെ അവരെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് കാണുന്നുണ്ട്, ശരിക്കും കാണണം എന്നൊക്കെ ആദ്യം ഇങ്ങനെ മനസ്സിനെ വിചാരിക്കട്ടെ. വരട്ടെ, നിങ്ങളെ ഞാൻ വെച്ചിട്ടുണ്ട് മഞ്ജുമാപ്പ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ സത്യങ്ങളൊക്കെ മഹേഷും അറിയുന്നുണ്ട്. അപ്പൊ സത്യങ്ങളൊക്കെ അറിഞ്ഞ മഹേഷിനാകെ ദേഷ്യം വരുവാണ്. മഹേഷ് അപ്പൊ തന്നെ ഈ കാര്യം ഇഷിതയുടെ അടുത്ത് പറയണ്ടോ, ഇതൊക്കെയാണ് കാര്യങ്ങള്. ചിപ്പി ആദ്യത്തെ ഫോണിൽ പറയണ കാര്യം ഞാൻ കേട്ടതാണ്, നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടി അവള് നമ്മളെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട, എനിക്ക് എപ്പോഴേ സംശയം തോന്നിയായിരുന്നു. ചിപ്പി അങ്ങനെ വെറുതെ വിടുന്ന കുട്ടിയൊന്നും അല്ല. അവൾക്ക് അത്രമാത്രം പ്രഷർ കയറിയിട്ടും ടെൻഷനായിട്ടൊക്കെ നടന്നപ്പോ അറിയാതെ മുട്ടിയതായിരിക്കും. എന്തായാലും മഹേഷ് ഇതിന്റെ പേരിൽ വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയുമ്പോൾ പ്രശ്നം ഉണ്ടാക്കണ്ടെന്നോ? എന്റെ മോളെ ഈ അവസ്ഥയിലാക്കിയ അവരെ വെറുതെ വിടണ്ടെന്നാണ് താൻ പറയണം. ഒരിക്കലോ എന്റെ മോളെ ദ്രോഹിച്ചത് ആരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല, ഞാനത് ഇപ്പൊ തന്നെ പോയി ചോദിക്കും എന്ന് പറഞ്ഞിട്ട് മഹേഷ് വീട്ടിലേക്ക് പോവുകയാണ്. ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കും. മഞ്ജു ഒന്നറിയത്തെ പോലെ എന്താടാ ചിപ്പിക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടടാ എന്നൊക്കെ ചോദിക്കണം. ചിപ്പിക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് അറിയണോ അല്ലെ, നിങ്ങളല്ലേ അവൾ ഉരുട്ടി നിലത്തേക്ക് ഇട്ടത് എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുവാണ്. എടാ മഹേഷേ, നീ എന്തൊക്കെയാണ് പറയണത്? ഇത് ആരാന്ന് നിനക്കറിയില്ലേ? നിന്റെ ചേച്ചിയാടാ. ചിപ്പി മോൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ നിന്റെ ചേച്ചി സമ്മതിക്കോ? നമ്മളെല്ലാരും ചിപ്പി മോളെ അത്രമാത്രം സ്നേഹിക്കുന്നില്ലേ? അമ്മേ, ദേ അമ്മ വെറുതെ ഇവളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് വെറുതെ ഓരോന്നൊന്നും എഴുതാപ്പുറം വായിക്കണ്ട. ഇത് ആരാണെന്ന് അമ്മക്ക് ശരിക്കും അറിയില്ല. അമ്മയുടെ നോട്ടത്തിൽ ഇഷിത മാത്രമാണല്ലോ കുഴപ്പങ്ങൾ ഉണ്ടാക്കണത്. ഇഷിതയുടെ വീട്ടുകാർക്കാണല്ലോ കുഴപ്പം. അമ്മേ, ആദ്യം ഈ സ്വന്തം മക്കളെ അമിതമായിട്ട് സ്നേഹിക്കുക, മറ്റവരുടെ മക്കളേക്കാൾ വെറും ഒരു പുച്ഛ വിലയും തരുന്ന അമ്മയുടെ സ്വഭാവം ഒന്ന് ആദ്യം മാറ്റി. സ്വന്തം മക്കളാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ശേഷി വേണോ അമ്മേ? എന്റെ മോള് എങ്ങനെയാ വീണെന്ന് അമ്മക്കറിയാവോ? അതിവിടെ ആർക്കും അറിയില്ലായിരിക്കും, പക്ഷെ എനിക്കറിയാം. പക്ഷെ എന്റെ മോൾ അത് എന്നോട് പറഞ്ഞതല്ല, ആദ്യന്റെ അടുത്ത് ഫോൺ വിളിച്ച് പറയണത് ഞാൻ കേട്ടതാണ്. ആദ്യനെ ഫോൺ വിളിച്ചു പറഞ്ഞോ? അവളെന്താ പറഞ്ഞത് എന്ന് സ്വപ്നവല്ലി ചോദിക്കുകയാണ്. രാമനാഥനെ ചോദിക്കണ്ട, അതേ മോനെ അവൾ എന്താ പറഞ്ഞേന്ന് ചോദിക്കുമ്പോഴേക്കും ഈ മഞ്ജിമ ചേച്ചി അവരോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ? ഇഷിതയെ ഞാനും ടൂർ പോയി കഴിഞ്ഞാൽ ഇഷിത പ്രഗ്നന്റ് ആവുന്നു, ഒരു കുഞ്ഞുണ്ടാകുമ്പോ ചിപ്പിനെ ചട്ടുകം പഴുപ്പിച്ച് പുറത്തേക്ക് വെച്ച് പൊള്ളിക്കുമെന്നും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തു. അതിന്റെ ദേഷ്യത്തിലാ ഇവളെ പിച്ചിയ മാന്ത ഒക്കെ ചെയ്തു ചിപ്പി. ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോണ സമയത്ത് അപകടം ഉണ്ടായത്. എല്ലാത്തിനും കാരണം ഇവരാ. ഒരു കുഞ്ഞു കൊച്ചിന്റെ മനസ്സിൽ പോലും വിഷം കയറ്റി വെക്കാൻ നോക്കിയ ഇവരെ ഇനി ഒരു നിമിഷം ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അത് കേൾക്കണതും രാമനാഥന്റെ ഒറ്റയടി
മഞ്ജിമയുടെ മുഖത്ത് വെച്ച് കൊടുക്കാട്ടോ, ഇറങ്ങി പോടി ഇവിടുന്ന് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജിമ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. മഞ്ജിമയുടെ ശല്യം അങ്ങ് തീർന്നു. ഇനിയാണ് വൻ ട്വിസ്റ്റ് പറയാൻ പോണത്. അങ്ങനെ നമ്മുടെ മനസ്സുനിയാണെങ്കിൽ രചന എന്നെ വിളിക്കുന്നുണ്ട്. രചന, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എത്രയും പെട്ടെന്ന് നീ നമ്മുടെ ബീച്ച് റോഡിലേക്ക് വരണം എന്ന് പറയാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി രചന അപ്പോൾ തന്നെ വേഗം പോയിട്ട് ബീച്ച് റോഡിലേക്ക് പോയി നിൽക്കുന്നുണ്ട്. അവിടെ മനസ്സുനിയും വരുന്നുണ്ട് കേട്ടോ. മനസ്സിൻ്റെ ചോദിക്കണ്ടേ, എന്താ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത്, ആകാശിനെ പോലും കൂട്ടരുതെന്ന് പറഞ്ഞത് കാരണം എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് രചനക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ ആ കാര്യം പറഞ്ഞ എന്താ കാര്യം, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ എന്ന് രചന പറയുമ്പോഴേക്കും രചന മനസ്സിന് പറയേണ്ടത്, നിനക്കറിയാലോ രചന, എൻ്റെ മോനും ഇഷിതയും തമ്മിൽ ഒരുപാട് വർഷത്തെ പ്രണയമായിരുന്നു. അവർ തമ്മിൽ ഒരിക്കലും അകല് പോലും ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇഷിതനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. കാരണം അവളുടെ ചേച്ചിയെടുത്തുള്ള ദേഷ്യവും പിന്നെ അവരുടെ കുടുംബത്തിനെ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവളുടെ അനിയത്തി എൻ്റെ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എൻ്റെ മോൻ മാധവ് അവളെ മാത്രം വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവളും അങ്ങനെ തന്നെയായിരുന്നു. രണ്ടുപേരും അത്ര സ്നേഹത്തിലായിരുന്നില്ലേ, ഒരു സെക്കൻഡ് പോലും കാണാതിരിക്കില്ലായിരുന്നു. അങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലൊരു ആശയം തോന്നുന്നത്, ഇവിടെ വിവാഹം മുടക്കിയേ പറ്റൂ. അങ്ങനെ വിവാഹം വരെ ആയ ബന്ധം അവരുടെ ഹൽദി വിവാഹത്തിനന്ന് ഞാനൊരു ഒരു കാര്യം കാണിച്ചു എന്ന് പറയാണ്. എന്താന്ന് രചന ചോദിക്കുമ്പോഴേക്കും മനസ്സുനി ആ സത്യം പറയാണ്. അവരുടെ നിശ്ചയത്തിനും ഹൽദിക്കൊക്കെ ഒരുപാട് സമയം ഞങ്ങൾ അവരുടെ വീട്ടിൽ തന്നെയായിരുന്നല്ലോ. അന്ന് അവൾക്ക് കുറച്ച് മരുന്നുകളും പച്ചമരുന്നും അതുപോലെ തന്നെ മരുന്നുകളൊക്കെ കലക്കിയിട്ടുള്ള ലായിനിയൊക്കെ അവളെ കൊണ്ട് കുടിപ്പിച്ചായിരുന്നു. അതെന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് രചന ചോദിക്കുമ്പോൾ, അതിൽ ഒരു മരുന്നായിരുന്നു മോളെ, വേറൊന്നുമല്ല. അവൾക്ക് പ്രഗ്നന്റ് ആവാൻ സാധിക്കാത്ത ഒരു മരുന്ന്. പക്ഷെ ആ മരുന്നിന്റെ വീര്യം ഒരു 1-2 വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വേറൊന്നുമല്ല ഞാൻ അങ്ങനെ ചെയ്തത്. ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് പറഞ്ഞാൽ മാധവ് അവളെ ഉപേക്ഷിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ മരുന്ന് ഞാൻ അവളെ കൊണ്ട് കുടിപ്പിച്ചത്. അവൾക്ക് ശരിക്കും പ്രസവിക്കാനുള്ള ശേഷിയുണ്ട്. പ്രസവിക്കാനുള്ള ശേഷി ഇല്ലാതാക്കാൻ വേണ്ടി അവൾക്ക് ഒരു പ്രത്യേകതരം മരുന്നും പിന്നെ അവൾ മയങ്ങി വീണപ്പോൾ ചെറിയൊരു രീതിയിൽ അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവളിപ്പോൾ ഇത്രയും വർഷം അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് അവൾ വിശ്വസിച്ചത്. പക്ഷെ ഇപ്പോ അവൾക്ക് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ പോലും അവൾ പ്രസവിക്കും. കാരണം അവൾക്ക് ആ മരുന്നിന്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു അവളുടെ ബോഡിയിൽ നിന്ന്. അതുകൊണ്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല, അവള് പ്രസവിക്കുന്ന നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ. അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്, ഇഷിത പ്രഗ്നന്റ് ആവോന്നാണോ? തീർച്ചയായിട്ടും അവൾക്ക് ഒരു കുഴപ്പമില്ല. നമ്മളെക്കാളൊക്കെ ആരോഗ്യം ഉണ്ട് അവൾക്ക്. കാരണം അവൾ ഡോക്ടറും കൂടിയാണല്ലോ. എന്ത് ചെയ്യാൻ, എത്രയൊക്കെ ഡോക്ടറാണ്, എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും സ്വന്തം കാര്യത്തിൽ ആ ബുദ്ധി ഉപയോഗിക്കില്ലല്ലോ. മിക്കവരും അങ്ങനെയാണല്ലോ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഉപദേശിക്കാനും ഓരോന്ന് ചെയ്തു കൂട്ടാനും ഭയങ്കര ബുദ്ധിയാണ്. പക്ഷെ സ്വന്തം കാര്യത്തിലില്ല. ഇഷിതയും അത് തന്നെയാണ് സംഭവിച്ചത്. അത് തന്നെയാണ് അവൾക്കും സംഭവിച്ചത്. മാധവും ഇഷിതയും എല്ലാവരും അത് വിശ്വസിച്ചു, അവൾക്ക് പ്രസവിക്കാനുള്ള ശേഷിയില്ലെന്ന്. അതിന്റെ പേരിൽ മാധവും അവളും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. അത് മാത്രല്ല, അവൾ വിവാഹം കഴിക്കാതെ ഇത്രയും കാലം നിന്നോ. പിന്നെ ചിപ്പിക്ക് വേണ്ടി മാത്രമാണ് മഹേഷിനെ വിവാഹം കഴിച്ചെങ്കിലും ഇപ്പൊ മഹേഷും ഇഷിതയും തമ്മിൽ ഭയങ്കര പ്രണയത്തിലാണ്. ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അവരൊന്നാകും. അതോടുകൂടി തന്നെ അവൾ പ്രഗ്നന്റ് ആകും. അതുകൊണ്ട് അത് നടക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് രചന എടുത്ത് പറയാണ്. അങ്ങനെ രചന അതിനെക്കുറിച്ച് തീവ്രമായിട്ട് ആലോചിക്കുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യം ഇതിനിടെ നടക്കുന്നുണ്ട്. രചനയുടെ ഈ മനസ്സിന്റെ ഈ കൂടിക്കാഴ്ചയുടെ കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം അറിയുകയും പിന്നെ ഈ മഹാരഹസ്യം ഇഷിത അറിയാൻ പോകുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.